നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പം അത് മൊത്തം കവർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്നിക്കിൽ അങ്ങോട്ട് പോകുമ്പം സെല്ലരി വഴി പോകും, അല്ലെങ്കിൽ തിരിച്ചു സെല്ലരി വഴി വരും. അങ്ങനെ ആയിരുന്നു എൻ്റെ ഇത്. അപ്പം പിന്നെ കുഴപ്പമില്ല, ഐ ആം റെഡി. അപ്പം 36,000 രൂപയായിരുന്നു ഈ കാറിന് കൊടുക്കേണ്ടത്. നമ്മൾ 3 അപ്പോൾ ഒരാൾക്ക് 12,000 രൂപയാണ്. അപ്പം ഞാൻ ഫ്ലൈറ്റ് ക്യാൻസലാക്കി, മീൻസ് റീഫണ്ടാക്കി. പിന്നെ ഇവരെ കൂടെ ഐ ആം റെഡി എന്ന് പറഞ്ഞ് ഇറങ്ങി. പക്ഷെ നല്ല മനുഷ്യന്മാരാണേ ജർമ്മൻസ്. അതല്ലേ അവർ 2 പ്രാവശ്യം EVC പോയ ആൾക്കാരാ. ഓ, അവർക്ക് ഭയങ്കര സ്ട്രെങ്താ. നമ്മളിപ്പോ പെട്ടെന്ന് കാണുന്ന ആൾക്കാർ വിശ്വസിച്ച് എങ്ങനെ കൂടെ പോകും എന്നുള്ളൊരു കൂടി കാണില്ലേ? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഒരാളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെങ്ങനെയുള്ളവരായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാവും. പിന്നെ ജർമ്മൻസ് അല്ലേ, അങ്ങനെ അവരങ്ങനെ എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായില്ല. ചേച്ചിക്ക് ഇപ്പം നിലവിൽ എത്ര വയസ്സായി? 59. 59 വയസ്സിലാണ് ഇത്രയും ദൂരം ഇത്രയും ദിവസം പോയിട്ട് അടിച്ചു പൊളിച്ചിട്ടൊക്കെ തിരിച്ചു വന്നത്, അത് ഒറ്റയ്ക്ക്. ഇതിൻ്റെ ഒരു നേക്ക് എങ്ങനെയാ ഈ ഒറ്റയ്ക്ക് പോയി 59-ാമത്തെ വയസ്സിൽ? വേറൊന്നും ചിന്തിച്ചില്ലേ? ഇറ്റ്സ് ലൈക്ക് വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതായത് എന്താ ഞാൻ ആഗ്രഹിച്ചതാണ്, എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ പോയിട്ട് വരും എന്നുള്ള ഉറച്ച തീരുമാനം എനിക്കുണ്ടായിരുന്നു. ഇവിടെ ഞാൻ പിന്നോട്ടില്ല, മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ. ആ ലക്ഷ്യത്തിലെത്തിയിട്ട് ഞാൻ തിരിച്ചു വരുമല്ലോ എന്നുള്ള ഉറച്ച തീരുമാനം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളുടെ ഒരു കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് പോവുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര അയ്യോ ഒറ്റയ്ക്ക് പോയോ എന്താവും എന്നുള്ളൊരു മനോഭാവത്തിലാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. ആ സമയത്താണ് ചേച്ചി ഒറ്റയ്ക്ക്, അതും ഇവിടെ കേരളത്തിലൊന്നും അല്ല, അങ്ങ് പുറത്ത് പോയേക്കുന്നത്. അപ്പോൾ ആൾക്കാരെങ്ങനെ നോക്കിക്കാണും, അവരെന്ത് വിചാരിക്കും? ആൾക്കാരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ട്, എനിക്കെന്താണ് ഒരു പ്രശ്നമില്ല. ഞാൻ എന്താണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ആൾക്കാരെന്ത് വിചാരിച്ചാൽ എനിക്ക് ഒരു പ്രശ്നമില്ല. മക്കളുണ്ടല്ലോ അല്ലേ സപ്പോർട്ടിന്? മക്കളുണ്ട്. അതാണ്. വീട്ടിൽ വേറെ ആരൊക്കെയല്ലേ? ഇവിടെ എൻ്റെ മക്കളുണ്ട്, 2 മക്കളാണ്, ആൺകുട്ടികളാണ്. പിന്നെ മൂത്താൾ കല്യാണം കഴിച്ച് അവൻ്റെ ഭാര്യയുണ്ട്, നല്ല മോളാണ്. പിന്നെ അവർക്കൊരു കുഞ്ഞുണ്ട്. ഹസ്ബൻഡ് 2 വർഷം മുന്നേ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇങ്ങനെ പലരും പറയാറില്ലേ, ഹസ്ബൻഡ് ഉള്ള സമയത്ത് ഇവക്ക് പൊക്കൂടായിരുന്നോ, അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ കൊണ്ടുപോകത്തില്ലായിരുന്നു? ഇല്ല, അങ്ങനെ കൊണ്ടുപോകുന്നൊരവസ്ഥയിലായിരുന്നില്ല ഭർത്താവ്. കുറച്ച് ഓർമ്മക്കുറവും അൽഷിമേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഒരു പ്രതിസന്ധി ഘട്ടത്തിലുണ്ടായിരുന്നു ഞാൻ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. ഒരു 5ഓളം വർഷത്തിൽ അങ്ങേർക്ക് നല്ല ഇതായിരുന്നു. ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിലൂടെയാണ് എനിക്ക് സ്ട്രെങ്ത്തൊക്കെ വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാണ് ഈ ഒരു സമയത്ത്, ഈ സമയത്തെങ്കിലും ഒന്ന് സന്തോഷിക്കണം, അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ. അങ്ങനെയാണ് ഞാൻ ആദ്യം തുടങ്ങിയത് തന്നെ യാത്ര. കാരണം അങ്ങേര് ഭയങ്കര നമുക്ക് മനസ്സിലാവും അൽഷിമേഴ്സ് രോഗം വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ, മനസ്സിലാവും. അത്രയും ഇതായിരുന്നു. അപ്പോൾ മാനസികമായി ഒത്തിരി സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അതിന് ശേഷം, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മക്കളോട് ഞാൻ പറഞ്ഞു, എനിക്ക് മാറി നിൽക്കണം, എൻ്റെ മൈൻഡിനൊന്ന് എനിക്ക് കൺട്രോൾ ഇങ്ങനെ കുറച്ച് റെസ്റ്റ് ഇങ്ങനെ ഒന്ന് ശരിയാക്കാനുണ്ടെന്ന്. അപ്പോൾ അവരോട് നമ്മന്നൊരു യാത്ര നടത്തിക്കുമോ എവിടെയാണെന്ന് വെച്ചാൽ. അപ്പോൾ നോക്കുമ്പം KSRTC അന്നേരം യാത്ര തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നു, KSRTC ബസ് യാത്ര. അപ്പോൾ അവരുടെ കൂടെ ഞാൻ മൂന്നാറിൽ പോയി. ഫസ്റ്റ് യാത്ര അതായിരുന്നു, ഒറ്റയ്ക്കാണ്. അങ്ങനെ തുടങ്ങി അവസാനം ഇവിടെ എത്തിയത്. അങ്ങനെ ആ ഒരു പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യാനായിട്ട് തുടങ്ങിയ ഒരു ട്രിപ്പാണ് അവിടം വരെ, എവറസ്റ്റ് വരെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് പോയ ലോങ് ട്രിപ്പ് ഏതായിരുന്നു? ഫസ്റ്റ് പോയ ലോങ് ട്രിപ്പ് പറഞ്ഞാൽ ഇത് തന്നെയായിരുന്നു. അത് 1 ഡേ ട്രിപ്പ് അല്ല, 2 ഡേയ്സ് ട്രിപ്പാണ്. അതെ, മൂന്നാറിൽ പോയി 2 ദിവസത്തെ യാത്രയായിരുന്നു മൂന്നാറിൽ പോയത്. പിന്നെ അതുപോലെ വയനാട് പോയി KSRTCൻ്റെ കൂടെ തന്നെ. പിന്നെ എറണാകുളം മറ്റേ നെഫർട്ടിറ്റി, അങ്ങനെയൊക്കെ 4 പ്രാവശ്യം കൊണ്ട് ഇവരെ കൂടെ പോയിട്ടുണ്ടായി. പിന്നെ ഭർത്താവ് ഉള്ള സമയത്തായിരുന്നു ഞാൻ ഒരു ട്രൂപ്പിൻ്റെ കൂടെ അവിടെ പോയി, ആന്ധ്രാപ്രദേശ് ഫിലിം സിറ്റിയൊക്കെ കാണാൻ പോയായിരുന്നു. ഒറ്റയ്ക്ക് തന്നെ? ട്രൂപ്പിൻ്റെ കൂടെ. ഓക്കെ. ഇവിടെ ഞാൻ ഒറ്റക്ക്. അപ്പോഴും ഹസ്ബൻഡ് ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആഗ്രഹമുണ്ട് ട്രിപ്പ് പോകണം എന്നൊക്കെ? അല്ല, അന്നേരം ഞാനിങ്ങനെ പോയിക്കോ പറയും. അന്നേരം ഇത്രയും തുടങ്ങിയിട്ടുണ്ടായില്ല, അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം തുടങ്ങിയിട്ടുണ്ടായില്ല അങ്ങേർക്ക്. അത് പിന്നെ എന്താണ്, അതായിരിക്കും ഞാൻ ഫസ്റ്റ് പോയ ട്രിപ്പെന്ന് തോന്നുന്നു. അതായത് ഇതിനൊക്കെ മുന്നേ ഒരു 7-8 വർഷം ആയിക്കണം ഫസ്റ്റ് അങ്ങനെ പോയിട്ടുണ്ടായത്.
അന്ന് പിന്നെ എനിക്ക് വ്ളോഗൊന്നും ഉണ്ടായില്ല. അതിന് ശേഷമാണ് ഞാൻ വ്ളോഗൊക്കെ തുടങ്ങിയത്. എല്ലാം ഈ ഇടയ്ക്ക് തുടങ്ങിയ വ്ളോഗ്? വ്ളോഗ് ഇപ്പം തുടങ്ങിയിട്ട് 2 വർഷം കണ്ടുപോയി. ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പലരും പറയും ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് അവൾ അങ്ങ് സന്തോഷിക്കാൻ തുടങ്ങിയത്, അങ്ങ് അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറയുന്നത്. അതൊന്നും എനിക്ക് വലിയ വിഷയമൊന്നുമല്ല. അത് ഞാൻ പറഞ്ഞില്ല, ആരും എന്ത് പറഞ്ഞാൽ എനിക്കൊരു വിഷയമല്ല. എൻ്റെ മനസ്സാക്ഷി എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, ഞാൻ ആരാണ് എന്താണെന്ന് എനിക്ക് ബോധ്യം ഉണ്ടെങ്കിൽ മറ്റുള്ള ഒന്നും എനിക്ക് വിഷയമല്ല. ഒരു വിഷയമില്ല. ഒരു വിഷയമല്ല. ഇതല്ലാതെ ചേച്ചി ഇതുപോലെ ഒരുപാട് പേർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ ഇന്നത് സാധിക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുള്ള, ഇപ്പോഴും വീട്ടിലെ അടുക്കളയിൽ മാത്രം ഒതുങ്ങി കൂടി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ചേച്ചിയുടെ പ്രായത്തിലായാലും അതിലും കുറവായാലും ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രചോദനം എന്ന രീതിയിൽ ചേച്ചിക്ക് എന്തായിരിക്കും പറയാനുള്ളത്? അതായത് ഞാൻ ഇപ്പം സ്ത്രീകളെന്നുള്ള നിലയിൽ എന്ന് ഇങ്ങനെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കഴിച്ച് ഉറങ്ങി വീട്ടിലെ പണിയെല്ലാം എടുത്ത് അങ്ങനെ എന്നും അതുപോലെ ഒരേപോലെ ഇങ്ങനെ പോകാതെ ഒരു 1-2 മാസം അല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും അവധിയെടുത്തിട്ട് നമ്മൾക്ക് ഒരു ടൂറ് പോകുന്നതാണെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്ക് നമ്മൾക്ക് ആ സ്ഥലത്തെക്കുറിച്ച് അറിയാൻ പറ്റും അല്ലേ? പിന്നെ ആ തിരിച്ചു വരുമ്പോഴേക്ക് നമ്മുടെ മനസ്സ് തന്നെ കുറച്ച് ഒന്ന് മാറി കുറച്ച് ഊർജ്ജസ്വലതയൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും. പിന്നെ അതുപോലെ അടുത്ത വർഷമാകുമ്പോഴും ഈ പ്രാവശ്യം എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നൊക്കെയുള്ളൊരിത് വരും. പിന്നെ സാമ്പത്തികം അവനവനെ ഉണ്ടെങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. നമ്മളതിന് വേണ്ടി നമ്മൾ സാമ്പത്തികം കളക്ട് ചെയ്ത് വെക്കുമല്ലോ. എന്തായാലും പോകണം. നമ്മൾ ഇന്ന് വീട്ടിനുള്ളിൽ തന്നെ അടച്ചിരിക്കരുത്. അപ്പോഴും സാമ്പത്തികം ഒരു വലിയ പ്രശ്നമായിരിക്കില്ലേ എല്ലാവരുടെ വീട്ടിലും? അതായിരിക്കും. അല്ലാന്ന് പറയുന്നില്ല, ആയിരിക്കും. പക്ഷെ നമ്മൾ സ്വന്തം ഒരു വരുമാനം കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പറ്റും. അപ്പോൾ ചേച്ചിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും നിലവിൽ വീട്ടിലുണ്ടായിട്ടില്ലേ? ഇപ്പോഴല്ല, മുന്നേ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഭർത്താവിന് അത്ര വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തയ്യൽ ജോലി ചെയ്തിട്ട് തന്നെയാണ് മക്കളെ പഠിപ്പിച്ചതും വീടുണ്ടാക്കിയതും അങ്ങനെയൊക്കെ ഉണ്ടായത്. അങ്ങനെ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കടങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ല. ഇപ്പം കടമൊന്നുമില്ല. കടങ്ങളൊക്കെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒന്ന് സെറ്റാക്കി കടവും തീർത്ത് വീടും വെച്ച് മക്കളെ സെറ്റാക്കിയതിന് ശേഷമാണ് ശരിക്കും ചേച്ചിയുടെ ആഗ്രഹം സാധിക്കാനായിട്ട് ഇറങ്ങിയത്. കാരണം ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ലല്ലോ എന്നെ കൊണ്ട്. അതാണ്. മക്കളായാലും അവർക്ക് അവരുടേതായ ജീവിതമുണ്ട്, അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ എൻ്റെ യാത്ര കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. എന്നാലും അവരെന്നെ സഹായിക്കും. അപ്പോഴും ചിലർ പറയും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് പൈസ കിട്ടിയപ്പോൾ അവളങ്ങ് കറങ്ങാൻ സന്തോഷിക്കാൻ അങ്ങ് പോയേക്കുക. എത്രയോ പേര് ആഹാരം പോലും കഴിക്കാതെ കിടക്കുന്ന കുറേ പേരുണ്ട്. അവർക്ക് വന്ന് മേടിച്ചു കൊടുത്താൽ അത്രയും സന്തോഷം കിട്ടില്ലേ? ഈ പ്രായത്തിൽ ഭ്രാന്ത് അത് ഇതെന്നൊക്കെ പറയുന്നവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അല്ല, അങ്ങനെയല്ല. അവനവൻ്റെ ആഗ്രഹം അവനല്ലാണ്ട് പിന്നെ ആരും സാധിപ്പിച്ചു തരുമോ? ഇല്ലല്ലോ. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണ്ടെന്ന് പറയുന്നില്ല, കൊടുക്കാം. അവനും താല്പര്യമുണ്ട്, അത്രയും നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാം. അതിനൊന്നും നമുക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ നമ്മുടെ ആഗ്രഹം സാധിക്കാൻ നമ്മൾ തന്നെ പരിശ്രമിക്കണ്ടേ? അല്ലാണ്ട് നമ്മളെങ്ങനെ ലോകം കാണുന്നേ? വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.